ഇപ്പോൾ അലി അദ്ദേഹത്തിന്റെ അക്ബർ ഷായും ആംബുലൻസ് നമുക്കൊപ്പം ഉണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ അലി, വീട്ടുപടിക്കൽ നിന്നും സാവധാനമാണ് ആംബുലൻസ് പുറത്തേക്ക് നീങ്ങാൻ കഴിയുക? കാരണം ആ കൊട്ടാരം റോഡ് നിറയെ ആളുകൾ കൂടിയിരിക്കുകയല്ലേ? സുജയ, തീർച്ചയായും വലിയൊരു ജനസാഗരം തന്നെ ഈ കൊട്ടാരം റോഡിൽ എം ടി വാസുദേവൻ നായരെ അവസാനമായി കാണാനായി ഒഴുകിയെത്തിയിരുന്നു. സിതാരയിൽ നിന്നും ഈ കുടുംബം മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഈ മതാചാര പ്രകാരമായ ചടങ്ങുകൾക്ക് വേണ്ടി മറ്റെല്ലാവരും പുറത്തേക്ക് നീങ്ങിയിരുന്നു. പക്ഷേ ആരും ഈ പ്രദേശം വിട്ടു പോയില്ല. എം ടി വാസുദേവൻ നായരെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഇടത്തേക്ക് ആംബുലൻസിൽ എത്തിക്കുമ്പോൾ അതിനെ അനുഗമിക്കാൻ തയ്യാറായി ഒരു വലിയ ജനക്കൂട്ടം ഈ കൊട്ടാരം റോഡിൽ തടിച്ചുകൂടി നിന്നിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെയായിരിക്കണമെന്ന് എം ടി വാസുദേവൻ നായർ നേരത്തെ തന്നെ കണ്ടിരുന്നു, അതിനെപ്പറ്റി തീരുമാനിച്ചിരുന്നു, അത് കുടുംബത്തോട് പറഞ്ഞിരുന്നു. അതായത് ഒരു വലിയ ജനക്കൂട്ടം എത്തുന്ന പൊതുദർശന ചടങ്ങ് തനിക്ക് വേണ്ട, അതുപോലെ ഒരു ദുഃഖാചരണം എന്ന നിലയിലുള്ളൊരു റാലി, ഒരു ജന റാലി, അത് തനിക്ക് വേണ്ട എന്നെല്ലാം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെല്ലാവരും തടിച്ചുകൂടിയപ്പോൾ അതൊരു വലിയ ജനസാഗരമായി മാറി. പൊതുദർശനമില്ലെങ്കിൽ കൂടി സിതാരയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മുഖം അവസാനമായി ഒന്ന് കാണാൻ ഒരു വലിയ ജനക്കൂട്ടം ഇരച്ചെത്തി. അതിൽ സാമൂഹിക, രാഷ്ട്രീയ, സിനിമാ മേഖലകളിൽ നിന്നുള്ള നിരവധിയായ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സിതാരയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തെ ആ മനുഷ്യരെല്ലാവരും പിന്തുടരുമ്പോൾ സ്വാഭാവികമായും ഔദ്യോഗികമല്ലെങ്കിൽ കൂടി ഒരു വിലാപയാത്രയായി മാറുക തന്നെ ചെയ്യും. ഇവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ ഈ കൊട്ടാരം റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് എത്തിയാൽ ഇവിടെ നിന്നും മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്ക് എത്തുന്നതുവരെ ഈ മനുഷ്യരെല്ലാവരും തന്നെ ആംബുലൻസിനെ പിന്തുടരുമെന്ന് ഉറപ്പാണ്. വലിയ ഒരു ജനാവലി അവിടെ മാവൂർ റോഡിലെ ശ്മശാനത്തിലും തങ്ങളുടെ പ്രിയപ്പെട്ട എം ഡിയെ അവസാനമായി കാണാൻ ഒത്തുകൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു അനുശോചന യോഗം കൂടി അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കാരണം ഇനി ഒരിക്കൽ കൂടി തങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ, ആ അതുല്യ പ്രതിഭയെ കാണാനുള്ള അവസരമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഈ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം കാലാതീതമായി നിലനിൽക്കുമെങ്കിലും ആ മുഖം ഒന്നുകൂടി കാണാൻ, അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ഇനി അവസരമില്ല എന്ന തിരിച്ചറിവിലാണ് ഈ ജനക്കൂട്ടം ഇനിയും പിരിഞ്ഞു പോകാതെ ഇവിടെ ഈ കൊട്ടാരം റോഡിൽ തടിച്ചുകൂടി നിൽക്കുന്നത്. വലിയ വൈകാരികമായ നിമിഷങ്ങൾ രാവിലെ മുതൽ സിതാരയിൽ നടക്കുമെന്ന് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ, അദ്ദേഹത്തിൻ്റെ സമകാലീനരായ നിരവധിയായ മനുഷ്യർ, അവർ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്നവർ, അവരെല്ലാം അതിവൈകാരികമായ ഓർമ്മകളായിരുന്നു എം ടി വാസുദേവൻ നായരെ പറ്റി പങ്കുവച്ചത്. പല ആളുകളും സിനിമയിൽ തങ്ങളൊന്നുമല്ലായിരുന്നിടത്തു നിന്ന് തങ്ങളെ എന്തെങ്കിലും ആക്കി തീർത്തത് എം ഡി ആണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കാം എത്രമാത്രം ഉണ്ട് അവരുടെ ജീവിതത്തിൽ എം ഡി എന്ന മനുഷ്യൻ്റെ റോൾ എന്നുള്ളത്. ആ റോൾ അത് മറ്റൊരാളെ കൊണ്ട് സാധിക്കില്ല എന്നവരെല്ലാവരും പറഞ്ഞു വെക്കുമ്പോൾ അത് ഒരു ഈ വാക്കുകൾക്ക് അതീതമായ ഒരു വികാരമായി, വൈകാരികമായി അണപൊട്ടി ഒഴുകുന്ന നിലയിലുള്ള ഒരു രംഗമായി നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ, പ്രധാനമായും മുതിർന്ന അഭിനേതാക്കളായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്കെല്ലാം കൃത്യമായൊരു തിരിച്ചറിയൽ രേഖയുണ്ടാക്കി കൊടുത്തതിൽ എം ടി വാസുദേവൻ നായർ വഹിച്ച പങ്ക് അത് വളരെ വലുതാണ്. മോഹൻലാൽ പുലർച്ചെ തന്നെ ഇവിടെ എത്തി എം ടി വാസുദേവൻ നായരെ അവസാനമായി ഒരു നോക്ക് കണ്ടു. മമ്മൂട്ടി അസർബൈജാനിലായതിനാൽ അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിയില്ലെന്ന് അറിയിച്ചിരുന്നു. അതുപോലെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് അത് അതിവൈകാരികമായിരുന്നു. അതിലുണ്ടായിരുന്നു എത്രത്തോളം ഉണ്ട് എം ടി വാസുദേവൻ നായർ തനിക്ക് എന്ന് മമ്മൂട്ടിയുടെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധിയായ ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും രാവിലെ മുതൽ ഈ ഒരു വലിയ ജനത്തിരക്ക് ഈ കൊട്ടാരം റോഡിൽ അനുഭവപ്പെട്ടിരുന്നെങ്കിലും ഒരു പൊതുദർശനമില്ല എന്ന അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ലെന്ന് കരുതി നിരവധി ആളുകൾ സങ്കടപ്പെട്ട് വാർത്തകളിലൂടെ മാത്രം ആളുകളെ നീക്കുന്നതിന് ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് മറ്റു വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ വഴിയിൽ നിറയെ ആളുകളാണ്. വേഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടോ അവിടെ? തീർച്ചയായും സുജയ, നമ്മൾ നേരത്തെ തൊട്ടേ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. വലിയ ജനക്കൂട്ടം തന്നെ ഇവിടെ തടിച്ച് കൂടിയിട്ടുണ്ട്. എം ടി വാസുദേവൻ നായരെ അവസാനമായി ഒരു നോക്ക് കാണാൻ സ്വാഭാവികമായും ആ ജനക്കൂട്ടം എല്ലാം തന്നെ ഇപ്പോൾ ഈ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് ഈ റോഡിലേക്ക് ഇറങ്ങും. സ്വാഭാവികമായും ഒരു വിലാപയാത്രയായി അത് മാറും. അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അത്തരത്തിലൊരു വിലാപയാത്ര വേണമെന്ന്, അത് പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു കുടുംബത്തോട്. പക്ഷേ അപ്പോഴും എം ടിയെ സ്നേഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിട്ടുപോകാൻ കഴിയില്ല എന്നുള്ള അതിവൈകാരികമായ നിമിഷം തന്നെയാണ് അവർ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഒരു വിലാപയാത്രയായി ഇപ്പോൾ മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്ക് എത്തും. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗതാഗത തടസ്സം സ്വാഭാവികമായും ഉണ്ടായേക്കാം. അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസ് കൃത്യമായി ചെയ്യുന്നുണ്ട്. ഈ അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയ ആളുകളെ നിയന്ത്രിക്കാനുള്ള പെടാപ്പാടും പോലീസിൻ്റെ ഭാഗത്തുനിന്നും കുറേ നേരമായി നമ്മൾ കാണുന്നുണ്ട്. അതിവൈകാരികമായ നിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എം ടി ഇല്ല എന്ന തിരിച്ചറിവ്, അത് അംഗീകരിക്കാനുള്ള മാനസികമായ ബുദ്ധിമുട്ട്, അത് തന്നെയാണ് ഈ മനുഷ്യരെ ഇപ്പോഴും പിരിഞ്ഞു പോകാതെ ഇവിടെ തടിച്ചുകൂടി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. അതുല്യ പ്രതിഭ, തൊട്ടതെല്ലാം പൊന്നാക്കിയൊരു പ്രതിഭ, എഴുത്തിൻ്റെ സകലമായ
സകലമാന മേഖലകളിലും കൈവച്ച് അവിടെയെല്ലാം പൊന്നു വിരിയിച്ചൊരു പ്രതിഭ. അദ്ദേഹം വിട്ടുപോകുമ്പോൾ അത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാള സാഹിത്യരംഗത്തെ, സിനിമാ രംഗത്തെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടം തന്നെയായിരിക്കും. പക്ഷേ അപ്പോഴും എം ടി എടുത്തു വെച്ച സിനിമകളിലൂടെ, എഴുതി വച്ചിരിക്കുന്ന വാക്കുകളിലൂടെ, അദ്ദേഹത്തിൻ്റെ അക്ഷരത്തിലൂടെ എം ടി കാലാതീതനായി നിലനിൽക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ അപ്പോഴും ഇനിയും അദ്ദേഹം എടുക്കാനിരുന്നിരുന്ന കാര്യങ്ങൾ, അദ്ദേഹം നടത്താനിരുന്ന യാത്രകൾ, അതൊന്നും മറ്റാരെ കൊണ്ടും പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന ഉറപ്പ്, ആ ഉറപ്പ് തന്നെയാണ് അവസാനമായി ഒരു നോക്കാമുഖം കാണാനായി ഇത്രയും അധികം ആളുകളെ ഇവിടേക്ക് ഇരച്ചെത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നതും. മാവൂർ റൂട്ടിലേക്ക് ഈ ആംബുലൻസിന് പിന്നാലെ ഇത്രയും ജനങ്ങൾ ഒഴുകിയെത്തും. അവിടെയും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി നിരവധി ആളുകൾ, കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതിനോടകം തന്നെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയും കൃത്യമായ നിയന്ത്രണങ്ങളെല്ലാം പോലീസ് നടത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ വൈകാരികമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടം എന്ന് തന്നെ പറഞ്ഞു വെക്കണം. മുഖ്യമന്ത്രി ഉൾപ്പെടെ, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ, സിനിമാ മേഖലയിൽ നിന്നുള്ള തലമുതിർന്ന ആളുകൾ ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത് എം ഡി പോയ ആ ശൂന്യത നികത്താൻ മറ്റൊരാൾ എന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നത് തന്നെയാണ്. അത് സത്യവുമാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും തൊട്ടുപോകുന്ന എഴുത്തുകൾ, വാക്കുകൾ, അക്ഷരങ്ങൾ, അതിവൈകാരികമായ നിമിഷങ്ങൾ, അതെല്ലാം തന്നെ എഴുതി വെച്ച് ആണ് ഈ 70 വർഷം നീണ്ട ഈ ജീവിതം അതിവിടെ ഒരു പരിസമാപ്തി കുറിക്കുന്നത്. ഈ 70 വർഷം കൊണ്ട് എം ടി വാസുദേവൻ നായർ എന്ന മനുഷ്യൻ എം ടി എന്ന രണ്ടക്ഷരം കൊണ്ട് കുറിച്ചിടാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ എഴുത്തിൻ്റെ മേഖലകൾക്കപ്പുറത്തേക്ക് ഒരു അധ്യാപകനായും ഒരു പത്രാധിപരായും എല്ലാം അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചു. അത്തരത്തിൽ അതുല്യ പ്രതിഭ എന്ന് അക്ഷരം തെറ്റാതെ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അതിശയോക്തിയുമില്ലാതെ പറഞ്ഞു വെക്കാൻ കഴിയുന്ന ഒരു പ്രതിഭയെ തന്നെയാണ് ഈ 91-ാം വയസ്സിൽ നഷ്ടമാകുന്നത്. സ്വാഭാവികമായും ഇവിടേക്കെത്തുന്ന മനുഷ്യർക്ക് പറയാനുള്ളത് പല കഥകളാണ് എം ഡിയെ പറ്റി. ഓരോ മനുഷ്യർക്കും അതിവൈകാരികമായി പങ്കുവെക്കാനുള്ളത് എം ഡി തങ്ങളുടെ ജീവിതത്തിൽ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ അതിവൈകാരികമായ കഥകൾ തന്നെയാണ്. അത്തരത്തിൽ 70 വയസ്സുകൊണ്ട് പൂർണ്ണമായ ഒരു ജീവിതം, പൂർത്തീകരിച്ച ഒരു ജീവിതം അത് ജീവിച്ചു തീർത്തന്നെയാണ് എം ടി വാസുദേവൻ നായർ എന്ന അതുല്യ പ്രതിഭ മടങ്ങുന്നത്. ഇനി ഒന്നും ബാക്കി വയ്ക്കാതെ, തൊട്ടതെല്ലാം പൊന്നാക്കി, തൊട്ടിടത്തെല്ലാം വിജയം മാത്രം കുറിച്ച് മനുഷ്യൻ്റെ അതിവൈകാരിക നിമിഷങ്ങളിൽ തൻ്റെ പേര് കൊത്തിയിട്ടുകൊണ്ട് അതുല്യ പ്രതിഭയായ എം ടി വാസുദേവൻ നായർ മടങ്ങുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്. അതിവൈകാരികമായ നിമിഷമാണ്. ആ വൈകാരികത തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സിതാരയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആംബുലൻസ് കൊട്ടാരം റോട്ടിലൂടെ കടന്ന് മാവൂർ റൂട്ടിലെ ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ അതിനെ അനുഗമിക്കുന്ന ഈ മനുഷ്യരിലൂടെ നമ്മൾ കാണുന്നത്. മാവൂർ റൂട്ടിലെ ശ്മശാനത്തിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന മനുഷ്യരിലൂടെ നമ്മൾ കാണുന്നത് സമൂഹത്തിൻ്റെ വിവിധ തുറകളുടെ ഉയർന്ന തലങ്ങളിലിരിക്കുന്ന മനുഷ്യർ പോലും അതിവൈകാരികമായി പ്രതികരിക്കുന്നതിലൂടെ നമ്മൾ കാണുന്നത്. അവരെല്ലാം സംബന്ധിച്ചിടത്തോളം എം ടി വാസുദേവൻ നായർ എത്രത്തോളമായിരുന്നുവെന്ന് രാവിലെ മുതൽ ഈ സിതാരയിൽ ഉണ്ടായിരുന്ന കാഴ്ചയിലൂടെ നമ്മൾ കണ്ടറിയുകയാണ്, നേരിട്ട് കണ്ടറിയുകയാണ്. എന്തായാലും ഒരു തീരാ നഷ്ടം എന്ന് പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത നിലയിലുള്ള അതിവൈകാരിക നിമിഷങ്ങളിലൂടെ കോഴിക്കോട് കടന്നു പോകുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാവിലെ തന്നെ വന്ന് കുടുംബമായി ഇവിടെ കാത്തു നിൽക്കുന്ന നിരവധി മനുഷ്യരെ നമ്മൾ കണ്ടു. അവരെല്ലാവരും ഇപ്പോഴും ഇവിടെ നിന്നും പിരിഞ്ഞു പോകാതെ മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് എം ടി വാസുദേവൻ നായരുടെ ഭൗതികദേഹവും കൊണ്ടുപോകുന്ന ആംബുലൻസിനെ അനുഗമിക്കുകയാണ്. പോലീസ് കൃത്യമായ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. എം ടിയെ കാണാനെത്തിയ മനുഷ്യരെ നിയന്ത്രിക്കാൻ, അവരുടെ വൈകാരിക പ്രകടനങ്ങളെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അത്രയും വൈകാരികമായി ഈ നിമിഷങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാൻ പോലീസ് പെടാപ്പാടുപെടുന്ന ദൃശ്യം നേരത്തെ തന്നെ നമ്മൾ കാണുന്നതാണ്. സിതാരയിൽ നിന്നും ഇറങ്ങിയ ആംബുലൻസ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹവും വഹിച്ചിപ്പോൾ മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും ഒരു വലിയ ജനാവലി അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. അവരും അവസാനമായി ഒരു നോക്ക് ശ്മശാനത്തിൽ വെച്ച് എം ടി വാസുദേവൻ നായരെ കാണും, തങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരനെ കാണും, അതുല്യ പ്രതിഭയെ കാണും. അതിനുശേഷം അദ്ദേഹം വിട പറയുക തന്നെ ചെയ്യും. അത് അംഗീകരിക്കുക തന്നെ വേണം. അതിനപ്പുറത്തേക്ക് എം ടി വാസുദേവൻ നായർ നിലനിൽക്കുക അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ, അദ്ദേഹം എഴുതി വെച്ച വാക്കുകളിലൂടെ, അക്ഷരങ്ങളിലൂടെ, എടുത്തുവെച്ച സിനിമകളിലൂടെ എല്ലാമായിരിക്കും. ആ രംഗങ്ങൾ ഓരോന്നും ഈ തൊട്ടതെല്ലാം ക്ലാസിക്കാക്കിയ ഒരു മനുഷ്യൻ, ഇത് മനുഷ്യസാധ്യമായതെല്ലാം അദ്ദേഹത്തിൻ്റെ മേഖലയിൽ നേടിക്കഴിഞ്ഞു. ഒരു മനുഷ്യന് നേടാൻ കഴിയുന്ന നേട്ടത്തിൻ്റെ പരമാവധി അദ്ദേഹത്തിൻ്റെ എഴുത്തു മേഖലയിൽ നേടിക്കഴിഞ്ഞു. മനുഷ്യരുടെ മനസ്സിൽ അദ്ദേഹം നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അണപൊട്ടിയ ഒരു വൈകാരിക നിമിഷങ്ങളിലേക്ക് സിതാര രാവിലെ മുതൽ തന്നെ പോകുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ എന്തായാലും എം ടി വാസുദേവൻ നായർ എന്ന മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭയെ, മലയാളക്കരയുടെ പേര് വാനോളം ഉയർത്തിയ അതുല്യ പ്രതിഭയെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസാണ് ഇപ്പോൾ മാവൂർ റോഡ് ശ്മശാനം ലക്ഷ്യമാക്കി സിതാരയിൽ നിന്ന്, കൊട്ടാരം റോട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി